ഗുരുവായൂർ രാമൻകുട്ടി. ഗുരുവായൂർ ആനക്കോട്ടയിലെ വളരെ പ്രസിദ്ധനായതും സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ളതുമായ കൊമ്പൻ അതായിരുന്നു രാമൻകുട്ടി. അതുമാത്രമല്ല, രാമൻകുട്ടി ഓർമ്മയാകുന്നത് ആനപ്രേമികൾക്ക് എന്നും ഓർക്കാനുള്ള ഒരു അനശ്വരമായ ഒരു പിടി ആനക്കഥകൾ സമ്മാനിച്ചാണ് ആനക്കേരളത്തിൽ നിന്നും വിടവാങ്ങിയത്. പുന്നത്തൂർ കോട്ടയിലെ ആനത്താരം അതായിരുന്നു നമ്മുടെ രാമൻകുട്ടി. ചരിത്ര പ്രസിദ്ധമായതും ആനപ്രേമികളിൽ ആവേശം വിതറി നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനയോട്ട മത്സരങ്ങൾക്കെന്നും മുന്നിൽ പ്രധാന ചുക്കാൻ പിടിച്ചിരുന്ന കൊമ്പൻ. ആനക്കോട്ടയിലെ തലമുതിർന്ന കൊമ്പൻ രാമൻകുട്ടി ചെരിഞ്ഞു എന്ന വാർത്ത ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ 11 തവണ ജേതാവായി റെക്കോർഡിട്ട കൊമ്പനാണ്. നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒട്ടേറെ പൂരങ്ങളിൽ തലയെടുപ്പോടെ നിന്ന ഗജശ്രേഷ്ഠന് കേരളം മുഴുവൻ ഒരുപാട് ആരാധക വൃന്ദമുണ്ടായിരുന്നു. എന്നാൽ ആനയോട്ടത്തിൽ 11 തവണ ജേതാവായി റെക്കോർഡ് സ്ഥാപിച്ചെങ്കിലും ഈ കൊമ്പന് കോഴിയെയും പൂച്ചയെയും ഭയമായിരുന്നു. ഒരിക്കൽ ചാവക്കാട് ഭാഗത്ത് എഴുന്നള്ളിപ്പിനിടെ ഇടഞ്ഞോടിയത് കുതിരയെ കണ്ടു ഭയന്നായിരുന്നു. രാമൻകുട്ടി കുളിച്ചുകൊണ്ടിരിക്കെ ഒരിക്കൽ കുളത്തിൽ തെങ്ങു വീണു. പേടി കയറിയ രാമൻകുട്ടി പിന്നീട് ഒരിക്കലും ആ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടില്ല. 1982 ഡൽഹി ഏഷ്യാഡിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ നിന്നുള്ള ആനകളെ ട്രെയിൻ മാർഗം ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കണ്ടതോടെ രാമൻകുട്ടി പിന്തിരിഞ്ഞോടുകയായിരുന്നു. കുറച്ചു വർഷം മുമ്പ് ക്ഷേത്രത്തിനകത്തു വെച്ച് കുട്ടിക്കൊമ്പനായ ഗോകുൽ ഒപ്പം നിന്നിരുന്ന കൊമ്പൻ കുട്ടിശങ്കരനെ കുത്തിവീഴ്ത്തുന്നതിന് രാമൻകുട്ടി സാക്ഷിയായി. ഇതുകണ്ടു ഭയന്ന രാമൻകുട്ടി പടിഞ്ഞാറേ ഗോപുരം വഴി ഇറങ്ങി ഓടി. ആനത്താവളത്തിലെ സഹ്യപുത്രന്മാരായ നാടൻ ആനകളിൽ ഒരുവനായിരുന്നു ഈ കൊമ്പൻ. ആനയോട്ടത്തിനുള്ള പട്ടികയിൽ രാമൻകുട്ടി ഇടം പിടിച്ചാൽ കാണികൾ ഏറിയ പങ്കും വിജയമുറപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു. ആനയോട്ട ഭ്രമം ഈ കൊമ്പനെ അബദ്ധത്തിലും ചാടിച്ചിട്ടുണ്ട്. 2010 ആനയോട്ടത്തിന് മാരാർ ശംഖ് വിളിക്കും മുൻപേ രാമൻകുട്ടി ഓടി. മുന്നിൽ സൈറൺ മുഴക്കി വേഗത്തിൽ പോയ ജീപ്പ് ആനയോട്ടത്തിന് മുന്നിൽ ഓടാറുള്ള ജീപ്പാണെന്ന് കരുതി ആവേശം കാട്ടിയതാണ് അബദ്ധമായത്. ആനയോട്ടം തുടങ്ങാൻ സമയമായിട്ടില്ലാത്തതിനാൽ വഴിയിൽ ആളുകൾ നിരന്നു നിൽക്കെയാണ് ആന ഓടി ക്ഷേത്രത്തിലേക്ക് വന്നതെങ്കിലും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. 2008 ആനയോട്ടത്തിൽ കരുതലായി അണിനിരത്തിയപ്പോൾ ഓടി ഒന്നാമതെത്തിയ ചരിത്രവും രാമൻകുട്ടിക്കുണ്ട്. 2014 അവസാനമായി ആനയോട്ടത്തിൽ ജേതാവായത്. 11 വിജയങ്ങളിൽ പലതും 60 വയസ്സ് പിന്നിട്ട ശേഷമായിരുന്നു എന്നതും പ്രത്യേകതയാണ്. ഗുരുവായൂരപ്പന്റെ സ്വർണ്ണക്കോലം തലയിലേറ്റാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ശങ്കരനാരായണൻ എന്ന പാപ്പാന്റെ വാക്കുകൾ: ജീവിതത്തിൽ കണ്ട മികച്ച അത്ലറ്റ് രാമൻകുട്ടിയാണെന്നാണ് 7 തവണ രാമൻകുട്ടിയെ ജേതാവാക്കിയ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച പാപ്പാൻ ശങ്കരനാരായണൻ പറയുന്നത്. ആനയോട്ടത്തിനുള്ള കുടമണികളുമായി പാപ്പാന്മാർ ക്ഷേത്രത്തിൽ നിന്ന് ഓടിയെത്തുന്നത് കാണുമ്പോൾ തന്നെ രാമൻകുട്ടി കുതിക്കാൻ വെമ്പുമെന്ന് അദ്ദേഹം പറഞ്ഞു. കുടമണി അണിയിച്ചാൽ പിന്നെ ശരം വിട്ട കണക്കെ ഒറ്റപ്പാച്ചിലാണ്. ആനയോട്ടത്തിന്റെ ചിട്ടവട്ടങ്ങളും മനപ്പാടമാണെന്ന് ശങ്കരനാരായണൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഗുരുവായൂർ കേശവന്റെ കൂടെ എഴുന്നള്ളിച്ചിട്ടുള്ള ആനകളിൽ ഒരുവൻ കൂടിയായിരുന്നു രാമൻകുട്ടി. രാമൻകുട്ടി വിടവാങ്ങിയപ്പോൾ കേശവന്റെ കൂട്ടായി നിന്നിട്ടുള്ള അവസാനത്തെ കണ്ണിയും ഇല്ലാതായി. ആനകളിലെ വേഗരാജാവ് സെപ്റ്റംബർ 15, 2016 വ്യാഴാഴ്ച 12:50 ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞത്. 65 വയസ്സായിരുന്നു അന്ന്. പ്രായാധിക്യത്തിന്റെ അവശതകൾ ഏറെയുണ്ടായിരുന്നു. 1 മാസമായി ശ്വാസം മുട്ടും വൃക്കയിലെ തകരാറും കാരണം പ്രത്യേക ചികിത്സയിലായിരുന്നു. 17 വർഷമായി ചട്ടക്കാരനായ കൊപ്പം ഉണ്ണികൃഷ്ണൻ രാമൻകുട്ടിയെ നന്നായി പരിപാലിച്ചു വരികയായിരുന്നു. വ്യാഴാഴ്ച കുളിപ്പിച്ച് ഭക്ഷണം നൽകി ഉച്ചയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. കെട്ടുതറയിൽ തന്നെ അവശനായി ആന വീണു. ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചിട്ടകൾ നന്നായി അറിയുമെന്നതാണ് രാമൻകുട്ടിയുടെ പ്രത്യേകത. കുറച്ചു വർഷം മുൻപ് ആനയോട്ടത്തിൽ വിസിൽ മുഴങ്ങാൻ കാത്തു നിൽക്കാതെ ഓട്ടം തുടങ്ങിയ രാമൻകുട്ടി വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. 1956 മെയ് 17 പൂത്തില്ലത്തെ രാമൻ നമ്പൂതിരിയാണ് രാമൻകുട്ടിയെ ഗുരുവായൂരപ്പന് നടക്കിയിരുത്തിയത്. അന്ന് 5 വയസ്സാണ് കണക്കാക്കിയിരുന്നത്. ദേവസ്വം രേഖകൾ പ്രകാരം 65 വയസ്സാണെങ്കിലും കൂടുതൽ വരുമെന്ന് അഭിപ്രായമുണ്ട്. നിരവധി ആനപ്രേമികളാണ് രാമൻകുട്ടിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. അങ്ങനെ ആ ഗജവിസ്മയം അസ്തമിച്ചു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.